എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി തന്നെ കേട്ടോ. ഞാൻ രാവിലെ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അത്രയും തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, രോഹനുമായിട്ടുള്ള ഇന്റർവ്യൂ എടുത്തിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഞാൻ വരെ നല്ലൊരു സാധനമായിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂടെ ഞാൻ രേണുസുതി എന്ന പ്രസ്ഥാനത്തിന് ലീവ് കൊടുക്കുകയാണ്. ഇനി പുള്ളിക്കാരി പുതിയ എന്തെങ്കിലും പള്ളി ഉണ്ടാക്കിയാലേ ഞാൻ ചെയ്യത്തുള്ളൂ. ഈ വീട് പ്രശ്നത്തിൽ നമ്മൾ തൽക്കാലം സുല്ലിടുകയാണ്. ഇതിനകത്ത് ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്ത് ചോദിച്ചാലും, വീടിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും എനക്കറിയില്ല പപ്പയാണത്, എനക്കറിയില്ല പപ്പയാണത്, പപ്പയാണ് വീട് എടുത്തത്, പപ്പയാണ് വീട് ചുമന്നുകൊണ്ട് പോയത്, പപ്പയാണ് അവിടെ ചോർച്ചേണ്ടത്, പപ്പയാണ് അതിലൂടെ വെയിലടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം പപ്പയ്ക്കിട്ടാ. എന്ത് ചോദിച്ചാലും അത് പപ്പയോട് ഒരാൾ പറഞ്ഞിട്ട് പപ്പ എന്നോട് പറഞ്ഞ്, പപ്പയോട് അയാൾ പറഞ്ഞത് കേട്ടിട്ട് പപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ എല്ലാം പപ്പയുടെ തലക്കിട്ട് അടിക്കുകയാണ്. ഇതിനകത്ത് ഇനി പപ്പ എവിടെ പോയി പെടുത്തുക എന്നുള്ളതായിരുന്നു നമുക്കറിയത്തില്ല. രേണുസുതി സേഫായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ കൂടുതൽ ലേഖടിപ്പിച്ച് കുളവാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകണം. ആദ്യമായിട്ട് നമ്മളെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇടക്കിടക്ക് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മൾ രേണുസുതി ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു തുടങ്ങാം. മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാൾ, ഞാൻ മനസ്സിൽ ഒന്ന് തോന്നുന്നു വിട്ടു പറഞ്ഞു, എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ, ഇതാണ് പറഞ്ഞത്. സത്യമാണ്. ഒന്നും നോക്കത്തില്ല. ഞാൻ എന്തുണ്ടായാലും തുറന്നടിച്ച് സത്യമൊക്കെ പറയും. അത് എനിക്ക് ദോഷമാണെങ്കിലും എനിക്ക് ഗുണമാണെങ്കിലും വായിന്ന് തുറന്നടിച്ച് പറഞ്ഞതിൽ ഗുണമായിട്ടുള്ള ഒരു സാധനം പറയാം. ഒരു സാധനം എല്ലാം ദോഷമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് മൊത്തം നിങ്ങൾക്ക് വള്ളിയാണ്. അതായത് ഈ പുള്ളിക്കാരി ഇങ്ങനെ പുറത്തെന്തോ വർക്കിന് നിൽക്കുമ്പോഴത്തേനും ഈ പുള്ളിക്കാരി സ്ഥിരമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, യസ്മയിൽ അഭിനയിക്കുന്നു, ദാസേട്ടനെ വിട്ടു, പ്രതീഷിനെ കെട്ടിപ്പിടിച്ചോ എന്ന് ചോദിക്കുന്ന കുറേ മീഡിയ ടീംസ് ഉണ്ട്. ആ മീഡിയ ടീമിൽ ഒരുത്തൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ അവനിങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു, രേണുസുതി ഇങ്ങനെ നിൽക്കുന്നു, രേണുസുതിയുടെ വീട്ടിൽ കൂടെ എല്ലാം ചോരുന്നു, രേണുസുതിയുടെ വീട്ടിൽ ഭയങ്കര ചോർച്ച സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രേണുസുതിയെ കണ്ടപ്പോൾ ചോദിച്ചു, വീട് ചോരുന്നുണ്ടല്ലേ? വീട് ചോരുന്നുണ്ട്, വീടിൻ്റെ അതിലൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഋതപ്പം കിടക്കുന്ന മുറി ചോരുന്നുണ്ടല്ലേ? അവിടെ ചെറിയൊരു ഋതം. എങ്ങനെ മനസ്സിലായി? ഞാൻ ഒന്നെങ്കിൽ കബഡി നിരത്തിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു, അല്ലാതെ നമ്മൾ പറഞ്ഞു പറയിച്ചൊന്നുമല്ല. എല്ലാം അത്രയ്ക്ക് ഒരു അത് ഇനി മെയിൻ സ്ട്രീം മീഡിയ വന്നോ അവരാണോന്ന് അറിയത്തില്ല. അവർ ഫുൾ ടൈം രേണുസുതിയുടെ വീട്ടിൽ അവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചോർച്ചുണ്ടോ, അവരിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രസക്ത ഭാവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ തന്നെ രേണുസുതിക്കെതിരെ പറഞ്ഞ ഫിറോസിക്ക മറുകണ്ഠം ചാടി, രേണുസുതിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പ് മറുകണ്ഠം ചാടി. ബിഷപ്പ് എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല. ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് എതിർത്ത് സംസാരിക്കും, അടുത്ത ഇന്റർവ്യൂ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യും, അടുത്ത ഇന്റർവ്യൂ വന്നിട്ട് എതിർക്കും. എന്താണോ എന്തോ. ബാക്കി കേൾക്കാം. പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട്. അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും, കാരണം വിളിച്ചിട്ടുണ്ട്. അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ പറയുന്നുണ്ട്. പപ്പയുടെ ഫോണിലുണ്ടല്ലോ എല്ലാം. നമുക്കത് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല, ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. വീട് വെക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഫിറോസിക്കായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. വീട് വെച്ച് വീടിന്റെ താക്കോല് നിന്നി ഞാൻ എന്തിന് ഫിറോസിക്ക കോണ്ടാക്ട് ചെയ്യണം? എനിക്ക് കോണ്ടാക്ട് ഒന്നുമല്ല. അപ്പോഴേ ഫോണിൽ നിന്ന് എടുത്തു, ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ്, പോട്ട് പുല്ല്. ഏത് ഫിറോസ്? വീട് കിട്ടി, മനസ്സിലായല്ലോ. പുള്ളിക്കാരിക്ക് ഇപ്പൊ ഫിറോസായിട്ട് കോണ്ടാക്ട് ഇല്ല. വീട് വെച്ച് തരുന്നത് വരെ കോണ്ടാക്ട് ഉണ്ട്. വീട് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫിറോസ് പോകാൻ പറ. ആ ഒരു കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ഫിറോസ് തന്നെ പറയുന്നു, നിന്ന് രേണുസുതി അയച്ച വോയിസ് ഉണ്ട്. കോണ്ടാക്ട് ചെയ്ത എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ഉണ്ടല്ലോ, ഇപ്പം ഇല്ലാന്നാണ് പറഞ്ഞത്. അന്ന് അയച്ച വോയിസും എന്റെ കയ്യിലുണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബാക്കി കേൾക്കാം. കോണ്ടാക്ട് ഇല്ല, നമ്പർ ഇല്ല എന്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്പർ ഇല്ല എൻ്റെ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഈ മുമ്പേ അയച്ച കോണ്ടാക്ട് മെസ്സേജ് മാത്രം നിങ്ങളുടെ കയ്യിൽ വരുന്നേ? നിങ്ങളുടെ കയ്യിൽ നമ്പർ ഇല്ല. പറയുന്നത് പുള്ളിക്കാരൻ്റെ നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറയാ അമ്മ കോണ്ടാക്ട് ഇല്ല, പക്ഷെ എൻ്റെ വോയിസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജി എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ സ്ക്രീൻ റെക്കോർഡർ എടുത്ത് വെച്ചേക്കോണെന്ന് അറിയത്തില്ല. ഫിറോസിക്ക് ഒരു മെസ്സേജും സ്ക്രീൻ റെക്കോർഡർ, ഓക്കെ. ഫിറോസിക്ക് അടുത്ത മെസ്സേജും സ്ക്രീൻ റെക്കോർഡർ. അങ്ങനെയാണ് ചാറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ബാക്കിയേക്കാം. ഇവിടെയും സന്തോഷത്തോടെ എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് കൊടുക്കുന്ന വീട് എന്ന് പറയുമ്പോൾ വീട് കൂട്ടിയിട്ട് ഞാൻ വേറെ വാടകയ്ക്ക് പറയുന്നത്? അതിന്റെ ഇടയ്ക്ക് വരുന്ന കമന്റ്സുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്നത് ഞാൻ അവിടെ താമസിക്കുന്നു. ഉള്ളയല്ലേ അവിടെ? ആ വീട്ടിൽ ആരാ താമസിക്കുന്നത്? രേണുസുതിയുടെ അച്ഛൻ, രേണുസുതിയുടെ അമ്മ, രേണുസുതിയുടെ സഹോദരി, രേണുസുതിയുടെ സഹോദരിയുടെ ഭർത്താവ്, രേണുസുതിയുടെ സഹോദരിയുടെ മക്കൾ, രേണുസുതിയുടെ ഒരു മകൻ. ഇതാണ് അവിടെ താമസിക്കുന്നത്. പറയുന്നത് തെറ്റുണ്ടോ? പക്ഷെ അത് നിങ്ങളുടെ തീരുമാനം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആര് താമസിക്കുന്നോ നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറയുന്നില്ല, നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ആ വീട്ടില് കിച്ചുവിനൊരു സ്ഥാനം ലഭിച്ചില്ല എന്ന് പലർക്കും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ആ സാധനം? ബാക്കിയുള്ളൊരു വീട് നിങ്ങൾക്ക് തോന്നിയില്ലേ? രേണുസുതിയോടല്ല കേട്ടോ, കാണുന്ന നിങ്ങളോടാണ് ചോദിച്ചത്. ബാക്കി അറിയണമുള്ള
കാരണം വേറെ ഒന്നുമല്ല, ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത്. കിച്ചു അവിടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. കിച്ചു നിൽക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. കിച്ചു അവിടെ നിൽക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പലതും പറയുന്നു. എന്ത് പറയുന്നു? സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നു, ഈ കമൻറ്റുകൾ വരുന്നു, ഈ ഞങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ആയതിനാൽ പുള്ളിക്കാരി റെന്റിന് വീടെടുത്ത് മാറാനുള്ള ശ്രമം നടത്തുന്നു. ഓക്കെ, റെന്റിന് വീടെടുത്ത് മാറുന്നതിൻ്റെ ശ്രമം മറ്റൊന്നാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഈ സിനിമ അല്ലെങ്കിൽ ആക്ടിങ് മേഖലയിൽ പ്രശസ്തി നേടുന്നു, പല പല വർക്കുകളും വരുന്നു. അപ്പോൾ കൊച്ചിയിലേക്കൊക്കെ ആയിരിക്കും പുള്ളിക്കാരി കുറച്ചും കൂടെ ഈസി ആയിട്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി മാറുന്നു. പക്ഷേ ആ ഒരു പഴി ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് ഇടുന്നു. പുള്ളിക്കാരി ഇന്നലെ ഇൻസ്റ്റയിലിട്ടൊരു സ്റ്റോറിയാണേ, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്നെ ചുറ്റിപ്പറ്റിയ ഉള്ള ഒരു വിവാദത്തിലും ഞാനൊട്ട് കാണുന്നതുമില്ല, കാണത്തുമില്ല. പിന്നെ എങ്ങനെയാണ് കമന്റ് ബോക്സിൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങളുടെ കുടുംബം താമസിക്കുന്ന കമന്റ് ബോക്സിന് റിയാക്ഷനിലൊക്കെ മനസ്സിലായത്? ബാക്കി പിന്നെ എൻ്റെ ബോഡിക്ക് പെയിൻ വരുന്ന കാര്യങ്ങൾ മാത്രമേ എന്നെ തളർത്തുകയുള്ളൂ. രേണുസുതി ഇത് മറ്റേ പിഷാരടി പറഞ്ഞാൽ മതിലേൽ എഴുതി വെക്കാം. എൻ്റെ ശരീരത്തിന് വേദനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്നെ അഫക്റ്റ് ചെയ്യൂ. രേണുസുതി എഴുതി വെക്കാം. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഇതേ സാധനം തന്നെ പുള്ളിക്കാരിയുടെ പിതാജിയും പറയുന്നുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി റിയാക്ഷൻ വീഡിയോ കാണില്ല, കമന്റ് ബോക്സ് കാണില്ല, പക്ഷെ നടക്കുന്ന എല്ലാം അറിയും. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. കമന്റ് ബോക്സിൽ അങ്ങനെ നടന്നു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. ഞാൻ കാണില്ല, ഞാൻ എന്തിനു കാണണം? എനിക്കറിയാം ഞാൻ എന്താന്ന്, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അതെങ്ങനെ അറിഞ്ഞ്? അത് കമന്റ് ഇടുന്നതിന് മുമ്പ് പുള്ളിക്കാരിയുടെ മേളിൽ നിന്ന് അശരീരി കേൾക്കും. മറ്റേ ഒരു തമിഴ് പടം ഉണ്ടല്ലോ, നമ്മുടെ എൻ്റെ ശിവകാർത്തികന്റെ എല്ലാം മേളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അതുപോലെ പുള്ളിക്കാരിക്ക് അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, എല്ലാം മേളിൽ നിന്ന് ഇങ്ങനെ അശരീരിയായിട്ട് കേട്ടോണ്ടിരിക്കും. പുള്ളിക്കാരി ഇത് കാണത്തൊന്നുമില്ല. ബാക്കി പറ. ചെലവ് വരുന്നു എന്ന് പറയുന്നു. ശരി, അത് ഞാനായിട്ടത് മാറ്റണം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് മാറ്റണമായിരുന്നോ, അല്ലെങ്കിൽ അത് ശീലടിക്കുന്ന പരാതി ഞാൻ നിങ്ങളോട് പറയണമായിരുന്നോ? എന്ത് തോന്നുന്നു? എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട്, പറഞ്ഞ സത്യമാണ്. നന്ദിയില്ലായ്മയുടെ എക്സ്ട്രീം സാധനം. എനിക്ക് അതൊന്നും തോന്നില്ല. എന്നോട് ചോദിച്ചോളാം, ഞാൻ പറഞ്ഞു എന്താണ് ഇനിയിപ്പോ? അല്ല, അവൻ പണിയോ അവന്റെ ബിസിനസ് കുട്ടിച്ചോറാവോ എന്തോ കാണിച്ചോട്ടെ, എനിക്ക് വീട് കിട്ടി, ഇനി എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ നിന്നൊക്കെ അറിയണം. ആ ഒരു മൈൻഡ് സെറ്റാണ് പുള്ളിക്കാരി വളരെ അഹങ്കാരത്തോടെയാണ് ആ സാധനം പറയുന്നത്. ഇപ്പോൾ എന്താണേലും നിങ്ങൾക്ക് വീടില്ലാതിരുന്ന ഒരു സമയത്ത്, നിങ്ങൾക്ക് കയറി പാർക്കാൻ ഒരു സമയമില്ലാത്ത സമയത്ത്, നിങ്ങളുടെ കയ്യിൽ വാടകയ്ക്ക് ഒരു വീടെടുക്കാൻ പ്രാപ്തി ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ പല ആൾക്കാരും മുതിർന്നു. അപ്പോൾ അവർ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാവോ അങ്ങനെ എല്ലാം ദ്രോഹിച്ചോണം. ഇപ്പം അവർ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ പലയിടത്തായിട്ട് പൊട്ടലുണ്ടായി, വിള്ളലുണ്ടായി, ചോർച്ചയുണ്ടായി, ചേർച്ചയുണ്ടായി, എല്ലാം ഉണ്ടായി. അത് അവരോട് സംസാരിച്ച് സുഗമമായിട്ട് സെറ്റിൽ ചെയ്യാം. ഇപ്പം ഇവർ പറയുന്നത് സംസാരിച്ചിട്ട് അവർ ചെയ്തില്ല, പക്ഷെ ഇപ്പം അവർ ചെയ്ത് കൊടുക്കാൻ തയ്യാറായി എന്നൊക്കെ പറയുന്നു. ഇതൊരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സാധനം വരുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് ഈ വിഷയം ആദ്യം വലിച്ചിട്ടത് റേണുസുതിയാണ്. ബാക്കിയേക്കാം. അല്ലെങ്കിൽ ചില ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കെതിരെയുള്ള കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നോക്കാന്നേ, വരും ദിവസങ്ങളിൽ അടുത്ത വീഡിയോ ഇറങ്ങട്ടെ ബിഷപ്പിന്റെ. വരുന്ന ആളുകളിൽ ബിഷപ്പിന്റെ ഇന്റർവ്യൂ ഇറങ്ങട്ടെ, അപ്പം നമുക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ബിഷപ്പ് നിപ്പി മറുകണ്ട ചാടി. ഇത്രയും ഒരു 2-3 ദിവസം അവർ രേണുസുതി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറഞ്ഞത് തെറ്റാണ്, രേണുസുതിക്ക് കൊടുത്തതുകൊണ്ട് ഞാനിവിടെ പൊറുതിമുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പ് ഇന്നലെ മുതൽ മറുകണ്ട ചാടി. രേണുസുതി സത്യമാണ് പറയുന്നത്, അവിടെ ചോറുന്നുണ്ട്, ചോറിലല്ല ഈർച്ചടിക്കുന്നുണ്ട്, അതിങ്ങനെ വരുന്നുണ്ട്, അത് സത്യമാണത്. നല്ല സുന്ദരിയായ കുട്ടി ഒരുങ്ങി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്, എന്നെ വന്ന് സലാം അടിച്ചിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഷപ്പ് നേരെ മറുകണ്ട ചാടി. എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ഈ പള്ളിയിലച്ചന്മാരും അങ്ങനെയുള്ള ആള്, അതായത് ഈ പള്ളിയിലെ പ്രീസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ, ഞാനൊരു ക്വസ്റ്റ്യൻ ആട്ടോ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആ ചർച്ചിലേക്ക് കുറച്ച് ആളുകൾ വരും എന്ന് കാണുമ്പോഴത്തേനും ഒരു ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും. അവരെ നന്മയുടെ പാതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു, അവരെ നമ്മൾ ദൈവത്തിന്റെ സ്വർഗീയ വഴിയിലൂടെ നമ്മൾ നടത്തുന്നു, അവരെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു, ഒരു ആത്മാവിനെ നമ്മൾ രക്ഷിക്കുന്നു. ഈ ചിന്തയോടെ ഈ ആളുകൾക്ക്, അത്ര ആത്മാക്കൾ നമ്മളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പാപത്തിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി നമ്മളങ്ങ് ശ്രമിച്ചിരിക്കുന്നു എന്നൊരു സാധനം ഈ അച്ഛൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ രേണുസുതി എന്ന് പറയില്ലെന്ന് എൻ്റെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രേണുസുതി അല്ല, രേഷ്മ തങ്കച്ചൻ്റെ പിതാവ് ഇദ്ദേഹത്തെ സ്ഥിരം പോയി കണ്ട് എല്ലാം പറഞ്ഞ് എല്ലാ കോംപ്ലിമെന്റ്സ് ആക്കി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ടുണ്ട്. അതാണ് ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെയാണ് ഈ വീടിന്റെ പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ പൊളിഞ്ഞതൊക്കെ എന്തൊക്കെയിട്ട് കുത്തി വരച്ച പോലെ തോന്നുന്നത്. നിങ്ങൾ നോക്ക്, ഇത് ഈ ഒരു പാടെങ്ങനെയാ ഇവിടെ കുത്തി വരച്ച് പൊളിച്ചതാണ് ഈ സാധനം. സ്വാഭാവികമായിട്ടും പിള്ളേരുള്ള വീട്ടിൽ ഇത്തരത്തിലുള്ള പൊളിച്ചിലുകളും മാന്തലുകളൊക്കെ ഉണ്ടാകും. ഇതവരുടെ വീടിന്റെ പല ഭാഗങ്ങളായിട്ട് പൊട്ടി അടർന്നു പോകുന്നതാണ്. ആ വീടിന് പോരായ്മകൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ അതിനെ ഡീൽ ചെയ്യേണ്ട രീതിയിലല്ല ഡീൽ ചെയ്തത്. മാത്രമല്ല, രേഷ്മ ഇപ്പൊ പറയുന്നത്, ആരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാനെന്തിന് കള്ളം പറയണം, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയും. എന്നെ
എടുത്ത് തല ചുമന്നുകൊണ്ട് നടക്കുന്നവനാണെങ്കിലും, അതായത് പുള്ളിക്കാരിക്ക് കാല് വയ്യാന്ന് വെക്ക്, കാലിന് എന്തോ ഒരു ചെറിയൊരു മുറിവുണ്ടേ, പുള്ളിക്കാരി വളരെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുക. അപ്പൊ എടുത്തോണ്ട് പുള്ളിക്കാരിക്കൊന്നും പറ്റരുത്, വീഴല്, കാല് വീടിന് കൊണ്ട് മുറിയരുത് എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ അവനോട് പറയാ, ഡാ മര്യാദക്ക് പൊക്കടാ, എന്നെ കറക്റ്റ് ഹൈറ്റ് പൊക്കി പിടിച്ചോണ്ട് നടക്കടാ, അവൻ എന്നെ പൊക്കി പിടിച്ച്. ഈ ഒരു സാധനമാണ് രേണുസുതി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്കാർക്കും പരാതി ഇല്ലാത്തപ്പോൾ നമുക്ക് എന്ത് പരാതി? അച്ഛൻ തിരിയട്ടെ, ഫിറോസൊക്കെ തിരിയട്ടെ, രേണുസുതി ജയിക്കട്ടെ, എല്ലാം നന്നായി നടക്കട്ടെ. ഒരുപാട് പേര് സന്തോഷമുണ്ട് കേട്ടോ. മൃണാളിന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഒരു 7-8 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ആദ്യമായിട്ട് ഇത്രയും പേരൊക്കെ മെസ്സേജ് അയക്കുന്നത്. നമ്മളത് ചെയ്യും, അതുമായിട്ട് ഞാൻ വരും. അതേപോടൊപ്പം തന്നെ ജീവമാത അതുമായിട്ട് ഞാൻ വരും. അപ്പോൾ ആ വീഡിയോ ഇട്ട് കാണാം. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.